നമ്മൾ എത്തോസക്സിമൈഡിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. എത്തോസക്സിമൈഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ്. കൺവൽഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് എത്തോസക്സിമൈഡ്. പെർട്ടിക്കുലർലി ആബ്സെൻസ് സീഷറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തോസക്സിമൈഡ് യൂസ് ചെയ്യുക. സോ ഇതൊരു ടോണിക് ക്ലോണിക് സീഷറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെയാണ് ഇത് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആകുന്നത്? തലാമസിലുള്ള ടി ടൈപ്പ് കാൽഷ്യം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആബ്സെൻസ് സീഷർ ജനറേറ്റ് ചെയ്യുന്നത് തലാമസിലായതുകൊണ്ട് തന്നെ അതെന്തിനെ ഹെൽപ്പ് ചെയ്യും? ടി ടൈപ്പ് കാൽഷ്യം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, തേർബൈ കൺവൽഷൻസ് കുറക്കുന്നു. ഓക്കെ, മെറ്റബോളിസം സൈറ്റോക്രോം P3A4 ആണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക് ന്യൂക്ലിയസ് വരുന്നത് പൈറോളിഡിൻ 2,5 ഡയോൺ ആണ്. പൈറോളിഡിൻ ഓൾ എന്ന് പറയുമ്പോൾ 5 മെമ്പേർഡ് റിംഗ് ആണ്. ഇഡിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്, ഡബിൾ ബോണ്ട് ഒന്നുമില്ല. പൈറോൾ എന്ന് പറയുമ്പോൾ എന്താണ്? നൈട്രജൻ കണ്ടെയ്നിങ് 5 മെമ്പേർഡ് ഫുള്ളി സാച്ചുറേറ്റഡ് റിംഗ് ആണ് വരുന്നത്. ഓക്കെ, സോ 5 മെമ്പേർഡ് നൈട്രജൻ കണ്ടെയ്നിങ് ഫുള്ളി സാച്ചുറേറ്റഡ് റിംഗ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? 2,5 ഡയോൺ ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്, 5th പൊസിഷനിലും കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. 1 2 3 4 5. അപ്പോൾ പൈറോളിഡിൻ 2,5 ഡയോൺ ആണ് എത്തോസക്സിമൈഡിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ന്യൂക്ലിയസ്. ഇനി എത്തോ ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഈതൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈതൈൽ ഗ്രൂപ്പ് ഉണ്ട്. എവിടെ വരുന്നത്? 3rd പൊസിഷനിൽ ഒരു ഈതൈൽ ഗ്രൂപ്പ് CH2CH3 കേട്ടോ. ഇങ്ങനെ വെച്ചാൽ എന്താ? ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, 3rd ഗ്രൂപ്പിൽ 2 അറ്റാച്ച്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഈതൈൽ ഗ്രൂപ്പും പിന്നെ ഒരു മീതൈൽ ഗ്രൂപ്പും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എത്തോസക്സിമൈഡ്. എന്തൊക്കെയാണുള്ളത്? ഒരു പൈറോളിഡിൻ റിംഗ് ഉണ്ട്, അതിൽ 2,5 പൊസിഷനിൽ 2 കീറ്റോൺ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, ഡയോൺ. പൈറോളിഡിൻ 2,5 ഡയോൺ. ദെൻ 3rd പൊസിഷനിൽ 2 അറ്റാച്ച്മെൻറ്റ്സ് ആണ് വരുന്നത്, ഒരു മീതൈൽ ഗ്രൂപ്പും ഒരു ഈതൈൽ ഗ്രൂപ്പും. യൂസ് എന്താണ്? സീഷർ, ആബ്സെൻസ് സീഷറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് എത്തോസക്സിമൈഡിനെ പറ്റി പറയാനുള്ളത്.